ഹായ് മക്കളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നേ? നമ്മൾ പേജ് നമ്പർ 15 ഫസ്റ്റ് കിടക്കുന്ന എക്സസൈസ് നമ്മൾ ചെയ്തല്ലേ? 6 നമ്മൾ ചെയ്തില്ലേ? നിങ്ങളതെല്ലാം ചെയ്തു നോക്കിയോ? അപ്പോൾ ആ പേജിൽ തന്നെ ഇനി അടുത്ത എക്സസൈസ് നമുക്ക് ചെയ്താലോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. The two terms in specific positions of some arithmetic sequence are given below. Write the first 5 terms of each. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ? എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഏതൊക്കെയോ 2 ടേംസ് തന്നിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ആ സീക്വൻസിൻ്റെ ആദ്യത്തെ 5 ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്. തേർഡ് ടേം 2, ഫിഫ്ത്ത് ടേം 3. അടുത്തത് ഫിഫ്ത്ത് ടേം 8, നയൻത് ടേം 10. അടുത്തത് ഫിഫ്ത്ത് ടേം 7, സെവൻത്ത് ടേം 5. ഓക്കെ, നമുക്ക് ചെയ്തു വയ്ക്കാമല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വയ്ക്കണം അല്ലേ? അപ്പോൾ അടുത്തടുത്ത ടേംസ് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ മതി. എന്ത് വരും? 67 മൈനസ് 34. 7 മൈനസ് 4 3, 6 മൈനസ് 3 3 ബൈ പൊസിഷൻ്റെ ഡിഫറൻസ്. അപ്പോൾ എന്താണ്? 6 മൈനസ് 3 ഈസ് ഈക്വൽ ടു 3 ഈസ് ഈക്വൽ ടു 11. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 11 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ടേമായിട്ട് കണ്ടുപിടിക്കണം. നമുക്ക് ഏതൊക്കെ ടേംസാണ് കണ്ടുപിടിക്കേണ്ടത്? A1, A2, A3, A4, A5 വരെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിലേത് നമ്മളെ കയ്യിലുണ്ട്? തേർഡ് ടേം നമ്മളെ കയ്യിലുണ്ട്. എന്താണ്? 34 ആണ് തന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ടേംസും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം. ബാക്കി എല്ലാ ടേംസും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് എന്താണ്? A1 കണ്ടുപിടിക്കാൻ പോവുകയാണ്. A1 എങ്ങനെ കണ്ടുപിടിക്കാം? A1 ഈസ് ഈക്വൽ ടു നമുക്ക് തേർഡ് ടേം യൂസ് ചെയ്തും കണ്ടുപിടിക്കാം, സിക്സ്ത് ടേം യൂസ് ചെയ്തും കണ്ടുപിടിക്കാം. അപ്പോൾ തേർഡ് ടേം യൂസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? A3 മൈനസ് 2D. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്ത് വരും? A3 എന്താണ്? 34 ആണ് അല്ലേ? 34 മൈനസ് 2 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 34 മൈനസ് 22 ഈസ് ഈക്വൽ ടു 12. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം എന്തെന്ന് കിട്ടി? നമുക്ക് 12 എന്ന് കിട്ടി. ഓക്കെ, ഇനി എങ്ങനെ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കും? A2 ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? തേർഡ് ടൈം ഉപയോഗിച്ചാണെങ്കിലോ A3 മൈനസ് 1D ഈസ് ഈക്വൽ ടു A3 എന്താ? 34. 34 മൈനസ് 1 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 34 മൈനസ് 11 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 13 എന്ന് വരൂലേ? 13 ആണോ? 23 എന്ന് വരും അല്ലേ? അപ്പോൾ A2 കിട്ടി. നമുക്ക് എത്ര കിട്ടി? 23 എന്ന് കിട്ടി. അടുത്തത് A3 കണ്ടുപിടിക്കണോ? നമ്മളെ കയ്യിൽ ഉണ്ടല്ലേ. അടുത്ത എന്ത് കണ്ടുപിടിക്കണം? A4 കണ്ടുപിടിക്കണം. A4 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? A3 പ്ലസ് 1D ഈസ് ഈക്വൽ ടു A3 എന്താ? 34 പ്ലസ് 1 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 34 പ്ലസ് 11 ഈസ് ഈക്വൽ ടു എന്ത് വരും? 45. ഓക്കെ, അപ്പം നമുക്ക് ഫോർത്ത് ടൈം 45 എന്ന് കിട്ടി. നമുക്ക് ഫിഫ്ത്ത് ടൈം കണ്ടുപിടിക്കണം അല്ലേ? A5 ഈസ് ഈക്വൽ ടു നമുക്ക് സിക്സ്ത് ടൈം യൂസ് ചെയ്യാം, തേർഡ് ടൈം ഏത് ടൈം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ A5നെ സിക്സ്ത് ടൈം യൂസ് ചെയ്ത് നമ്മളെങ്ങനെ എഴുതും? A6 മൈനസ് 1D ഈസ് ഈക്വൽ ടു A6 എത്രയാ? 67 ആണ്. മൈനസ് 1 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 67 മൈനസ് 11. 67 മൈനസ് 11 56 എന്ന് കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ ടൈമും കിട്ടിയില്ലേ? ഫസ്റ്റ് ടൈം, സെക്കൻഡ്, തേർഡ് നമ്മളെ കയ്യിലുണ്ട്. ഫോർത്ത് ടൈം കണ്ടുപിടിച്ചു, ഫിഫ്ത്ത് കണ്ടുപിടിച്ചു. അപ്പോൾ സീക്വൻസ് എങ്ങനെ വരും? 12, 23,
34, 45, 56 എക്സെട്ര. അരിത്തമെറ്റിക് സീക്വൻസിലായതുകൊണ്ട് എക്സെട്ര. ആദ്യത്തെ 5 ടൈമേ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞോളൂ അല്ലേ? ആണ് എൻ്റെ ആൻസർ. മനസ്സിലായോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. തേർഡ് ടൈം 43, സിക്സ്ത് ടൈം 76. നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, ടേം ഡിഫറൻസ് എന്തെന്ന് വരും? 6 - 3 വരുമ്പോൾ 3, 7 - 4 വരുമ്പോൾ 3. അതും എന്താണ്? കോമൺ ടേം ഡിഫറൻസ്. ഓക്കെ, ടേം ഡിഫറൻസ് 33 ഡിവൈഡ് ബൈ എന്താണ്? പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും? 3 വരൂലേ? ഇസ് ഈക്വൽ ടു 11. അതിൻ്റെയും കോമൺ ഡിഫറൻസ് 11 തന്നെ. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കണ്ടേ? A1 വേണം, A2 വേണം, A3 വേണം, A4 വേണം, A5 വേണം അല്ലേ? ഇതിലേതുണ്ട്? A3 ഉണ്ട് നമ്മളതിൽ അല്ലേ? അപ്പോൾ A1 കണ്ടുപിടിക്കണം, A2 കണ്ടുപിടിക്കണം, A3 എന്താണ് തന്നേക്കുന്നത്? 43 എന്ന് തന്നിട്ടുണ്ട്. A4 കണ്ടുപിടിക്കണം, A5 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ A1 കണ്ടുപിടിക്കാമല്ലോ. A1 ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? A3 minus 2D is equal to A3 43 minus 2 into 11 is equal to 43 minus 22 അല്ലേ? is equal to എന്ത് വരും? 22. 3 minus 2 1, 4 minus 2 2. അപ്പോൾ 21 എന്ന് വന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് ടൈം കിട്ടി, 21 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കും? സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? A3 minus 1D ഈസ് ഈക്വൽ ടു A3 എന്താ? 43 minus 1 into 11 ഈസ് ഈക്വൽ ടു 43 minus 11 ഈസ് ഈക്വൽ ടു 32. ഓക്കെ, അടുത്ത ടൈം കിട്ടി 32 എന്ന് കിട്ടി. അടുത്തത് A3 എങ്ങനെ കണ്ടുപിടിക്കും? A3 ഉണ്ടല്ലേ? A3 കണ്ടുപിടിക്കണോ? വേണ്ട. അപ്പോൾ A4 എങ്ങനെ കണ്ടുപിടിക്കും? A3 നമ്മൾ അതിലുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? A3 plus 1D ഈസ് ഈക്വൽ ടു A3 എന്താ? 43 plus 1 into 11 ഈസ് ഈക്വൽ ടു 43 plus 11 ഈസ് ഈക്വൽ ടു എന്തൊരു വരും? 54 എന്ന് വന്നു. അടുത്ത ഫോർത്ത് ടൈം 54 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യും നമ്മൾ? നമ്മൾ ഫിഫ്ത്ത് ടൈം കണ്ടുപിടിക്കും അല്ലേ? അപ്പോൾ A5 ഈസ് ഈക്വൽ ടു A3 plus 2D ഈസ് ഈക്വൽ ടു 43 plus 2 into 11 ഈസ് ഈക്വൽ ടു 43 plus 22 ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 plus 2 5, 4 plus 2 6, 65 എന്ന് വന്നു. അപ്പോൾ 65 എന്ന് വന്നു. അപ്പോൾ സീക്വൻസ് എന്ത് വരും? 21, 32, 43, 54, 65 എക്സെട്ര. ഓക്കെ, ഇതാണ് സീക്വൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. തേർഡ് ടൈം 2, ഫിഫ്ത്ത് ടൈം 3. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് ഫസ്റ്റ് കണ്ടുപിടിക്കും. കോമൺ ഡിഫറൻസ് എന്ത് വരും? ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടൈം ഡിഫറൻസ് എന്ത് വരും? ടൈം 3ഉം 2 അല്ലേ? അപ്പോൾ 3 - 2 എന്തെന്ന് പറയും? 1 വരും. ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ത് വരും? 5 - 3 എന്ന് പറയുമ്പോൾ 2 എന്ന് വന്നു. ഇത് കോമൺ ഡിഫറൻസ് ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടിയേക്കുന്നത് അല്ലേ നമുക്ക്? അപ്പോഴേ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കണ്ടേ? A1 വേണം, A2 വേണം, A3 വേണം, A4 വേണം, A5 കണ്ടുപിടിക്കണം. ഇതിലേത് തന്നിട്ടുണ്ട്? A3 നമ്മുടെ കയ്യിലുണ്ട്, 2 എന്നുണ്ട്. A4ഉം A5 നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അത് 3 എന്നുണ്ട്. അടുത്ത A2 കണ്ടെത്തണം, A1ഉം കണ്ടെത്തണം. ഓക്കെ, അപ്പോഴേ നമുക്കിങ്ങനെ A1 കണ്ടെത്താം. A1 ഈസ് ഈക്വൽ ടു എന്താണ്? A3 minus 2D ഈസ് ഈക്വൽ ടു A3 എന്താ? 2 ആണ്. 2 minus 2 into 1/2. 1/2 ആണ് നമ്മളെ കോമൺ ഡിഫറൻസ്. നോക്കേ, 2 മൈനസ് ഈ 2 കട്ട് ചെയ്തൂടെ? 2 minus 1 ഈസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ശ്രദ്ധിച്ച് ചെയ്യണം. കോമൺ ഡിഫറൻസ് ഫ്രാക്ഷൻ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ A1 എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി എങ്ങനെ A2 കണ്ടുപിടിക്കും? A2 ഈസ് ഈക്വൽ ടു എന്താണ്? A3 minus 1D ഈസ് ഈക്വൽ ടു A3 എന്താണ്? 2 ആണ്. അപ്പോൾ 2 minus 1 into 1/2 ഈസ് ഈക്വൽ ടു 2 minus 1 into 1/2. 1/2 എന്ന് എഴുതി കൂടെ?
ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും അല്ലേ? 2 × 2 4 - 1/2 ഇസ് ഈക്വൽ ടു 3/2. ഓക്കെ, ഇതെന്തോന്നു? 3/2 എന്ന് വന്നു. അടുത്തത് എന്താണ്? തേർഡ് ടേം നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യും ഇനി? ഫോർത്ത് ടേം കണ്ടുപിടിക്കും. ഫോർത്ത് A4 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? A3 + 1D ഈസ് ഈക്വൽ ടു A3 എന്താണ്? 2 ആണല്ലേ? 2 + 1 × 1/2 ഈസ് ഈക്വൽ ടു 2 + 1/2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 + 1/2 ഈസ് ഈക്വൽ ടു 5/2. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തോന്നു? 5/2 എന്ന് തോന്നുന്നു. അടുത്ത ഇനി എന്താണ്? ഫിഫ്ത്ത് ടേം നമ്മൾ കണ്ടുപിടിക്കണോ? ഉണ്ടല്ലേ? അപ്പോൾ സീക്വൻസ് എങ്ങനെ എഴുതാം നമുക്ക്? എന്താണ്? 1 3/2 2 5/2 3. ഇതാണ് 5 ടൈംസ്. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിഫ്ത്ത് ടൈം 8, നയൻത് ടൈം 10. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആദ്യമേ എന്താണ്? നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക അല്ലേ? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ത് വരും? 10 - 8 എന്തൊരു വരും? 2 എന്ന് വന്നു അല്ലേ? അടുത്തത് പൊസിഷൻ ഡിഫറൻസ് എന്തെന്ന് വന്നു? 9 - 5 ഈസ് ഈക്വൽ ടു 4 ആണ്. ഓക്കെ, ഈ 2ഉം 4ഉം കൂടെ കട്ട് ചെയ്തുകൂടെ? അപ്പോൾ 1/2 എന്ന് വീണ്ടും എന്ത് വന്നു? കോമൺ ഡിഫറൻസ് 1/2 എന്ന് വന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്തോ ചെയ്യും? നമുക്ക് ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? A1 കണ്ടെത്തണം, A2 കണ്ടെത്തണം, A3 കണ്ടുപിടിക്കണം, A4 കണ്ടെത്തണം, A5 വേണം അല്ലേ? ഇതിലേതാ തന്നേക്കുന്നേ? A5 ഉണ്ട്, 8 എന്നുണ്ട്. ബാക്കി എല്ലാം നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ A1 എങ്ങനെ കണ്ടുപിടിക്കും? A1 ഈസ് ഈക്വൽ ടു എന്താണ്? A5 തന്നെ നമ്മളെ കയ്യിലുള്ളത്. A5 - 4D എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ A5 എത്രയാണ്? 8 - 4 × 1/2 ഈസ് ഈക്വൽ ടു 8 - ഈ 4 × 2 കൂടെ വെട്ടിക്കൂടെ? അപ്പോൾ അവിടെ 2 എന്ന് വരൂലേ? ഈസ് ഈക്വൽ ടു 6 എന്ന് വന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ത് വന്നു? 6 എന്ന് വന്നു. ഓക്കെ, പിന്നെ A2 എങ്ങനെ കണ്ടുപിടിക്കാം? A2 ഈസ് ഈക്വൽ ടു A5 - 3D എന്ന് എഴുതിക്കൂടെ? ഈസ് ഈക്വൽ ടു A5 എന്താണ്? 8 ആണ്. 8 - 3 × 1/2 ഈസ് ഈക്വൽ ടു എന്താണ്? 8 - 3/2. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് വരും? 16 - 3/2 ഈസ് ഈക്വൽ ടു 13/2 എന്ന് വന്നു. ഓക്കെ, ഇതാണ് 13/2. ഇത് വേണമെങ്കിൽ മിക്സഡ് ആക്കി എഴുതാം കേട്ടോ. ഇനി അടുത്ത് എന്താണ്? A3 കണ്ടെത്തണം അല്ലേ? A3 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? A3 ഈസ് ഈക്വൽ ടു A5 - 2D എന്ന് എഴുതിക്കൂടെ? A5 എന്താ തന്നേക്കുന്നത്? 8 ആണല്ലേ? അപ്പോൾ 8 - 2 × 1/2 ഈസ് ഈക്വൽ ടു 2 × 2 കട്ടല്ലേ? 8 - 1 എന്ന് വന്നു. എന്ത് വന്നു? 7 വന്നു. അപ്പോൾ തേർഡ് ടൈം എന്തെന്ന് വന്നു? 7 എന്ന് വന്നു അല്ലേ? ഇനി ഏതാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഫോർത്ത് ടൈം കണ്ടുപിടിക്കണം അല്ലേ? A4 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? A5 - 1D ഈസ് ഈക്വൽ ടു A5 എന്താണ്? 8 ആണ്. 8 - 1 × 1/2 ഈസ് ഈക്വൽ ടു 8 - 1/2 എന്ന് വന്നു. ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 8 × 2 16 - 1/2 ഈസ് ഈക്വൽ ടു 15/2 എന്ന് വന്നു. 15/2. ഇത് വേണമെങ്കിൽ മിക്സറിലൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ സീക്വൻസ് എന്ത് വന്നു? 6 13/2 7 15/2 8 എന്നാണ് സീക്വൻസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഫിഫ്ത്ത് ടൈം 7 ആണ്, സെവൻത്ത് ടൈം 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ത് വരും? 5 - 7 എന്ന് വരും അല്ലേ? 5 - 7 എന്ന് പറയുമ്പോൾ എന്ത് വരും? -2 അല്ലേ വരുന്നത്? -2 ബൈ പൊസിഷൻ ഡിഫറൻസ് 7 - 5 എന്ത് വരും? 2 എന്ന് വരും. ഈക്വൽ ടു -1. ഓക്കെ, അപ്പം നമ്മളൊരു കാര്യം ആലോചിക്കണം. ഫിഫ്ത്ത് ടൈം 7ഉം സെവൻത്ത് ടൈം 5ഉം ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ എന്താണ്? എപ്പോഴും കോമൺ ഡിഫറൻസ് -1 ആയിരിക്കും. നമ്മളങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ.
എന്താണ് എങ്ങനെ വരും? 5th ടേം 7ഉം 7th ടേം 5ഉം 5ഉം. ഓക്കെ, ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്തരായിരിക്കും? -1 ആയിരിക്കും. അപ്പം ഇത് നമ്മൾ ചെയ്യണമെന്നില്ല. ഓക്കെ, ചെയ്താലും എന്ത് വരും? -1 വരും. ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? A1 വേണം, A2, A3, A4, A5 വേണം. ഇതിൽ A5 തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ A5 7 തന്നിട്ടുണ്ട്. അടുത്ത ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ A1 കണ്ടെത്തണം, A2 വേണം, A3 വേണം, A4 വേണം. ഓക്കെ, അപ്പോൾ A1 എങ്ങനെ കണ്ടുപിടിക്കാം? A1 ഈസ് ഈക്വൽ ടു 5th ടേം അല്ലേ നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ A5 -4D എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ A5 എന്താ? 7 മൈനസ് 4 ഇൻറ്റു -1. മൈനസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ചെയ്യുമ്പം. അപ്പോൾ 7 മൈനസ്, അപ്പോൾ നോക്ക് 7 -1 ഉണ്ടേ. 4 ഇൻറ്റു -1 എന്താണ്? -4 ആണ്. ഓക്കെ, അപ്പം ഈ മൈനസ് കൂടെ എന്തായി മാറും? പ്ലസ് ആയി മാറും അല്ലേ? അപ്പോൾ 7 + 4 ആവും. ഈസ് ഈക്വൽ ടു എന്ത് വരും? 11 എന്ന് വന്നു. അപ്പോൾ ഫസ്റ്റ് എന്ത് വന്നു? 11. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ടൈം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ A2 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? A5 മൈനസ് 3D എന്ന് വരും. ഈസ് ഈക്വൽ ടു A5 എന്താണ്? 7 ആണല്ലേ? 7 മൈനസ് 3 ഇൻറ്റു -1 എന്ന് വരും. ഈസ് ഈക്വൽ ടു 7 നേരത്തെ പോലെ -3 എന്ന് വരും. 3 ഇൻറ്റു -1 എന്ന് വരുമ്പോൾ -3. അപ്പോൾ 7 ഈ മൈനസ് കൂടെ എന്തായി മാറും? പ്ലസ് ആയി മാറും അല്ലേ? അപ്പോൾ 7 + 3 ഈസ് ഈക്വൽ ടു 10 എന്ന് വന്നു. അടുത്തത് എന്താണ്? A3 എന്തെന്ന് കിട്ടും? A3 ഈസ് ഈക്വൽ ടു A5 മൈനസ് 2D ഈസ് ഈക്വൽ ടു 7 മൈനസ് 2 ഇൻറ്റു -1 എന്ന് വരും. ഈസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ എന്ത് വരും? 7 + 2 എന്ന് വരും അല്ലേ? ഈസ് ഈക്വൽ ടു 9. ഓക്കെ, 9. അടുത്ത A4 എന്ത് വരും? A4 ഈസ് ഈക്വൽ ടു എന്താണ്? A5 മൈനസ് 1D ഈസ് ഈക്വൽ ടു എന്താണ്? A5 എന്താണ്? 7 മൈനസ് 1 ഇൻറ്റു -7 മൈനസ് 1 ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു 7 + 1 എന്ന് വരൂലേ? ഈസ് ഈക്വൽ ടു 8. ഓക്കെ, അപ്പം A4 8 എന്ന് തോന്നുന്നു. അപ്പോൾ സീക്വൻസ് എങ്ങനെ എഴുതാം നമുക്ക്? 11, 10, 9, 8, 7 എക്സെട്ര. അപ്പോൾ 5 ടൈം ആയതുകൊണ്ട് നമ്മൾ 5 ടൈം കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 18 എക്സസൈസ് ചെയ്താലോ? ഫസ്റ്റ് കിടക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ 25th ടൈം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21? ഓക്കെ, അപ്പോൾ എന്താണ്? 25th ടൈം, 25ാമത്തെ ടൈം നമുക്ക് കണ്ടുപിടിക്കണം ഈ സീക്വൻസിൽ. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ എന്തൊക്കെ തന്നേക്കുന്നു? നമ്മളിത് ഇവിടെ നേരത്തെ മുകളിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ മോഡൽ തന്നെയാണ്. എന്താണ്? 25 A5 നമുക്ക് A5 അല്ലല്ലോ, A25 നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം. ഇവിടെ എന്തൊക്കെ നമ്മളെ കയ്യിലുണ്ട്? A1 ഉണ്ട്, 1 എന്നുണ്ട്, A2 ഉണ്ട്, 11 ഉണ്ട്, A3 ഉണ്ട്, 21 ഉണ്ട്. ഈ 3 ടേംസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഒരു ടേം കണ്ടുപിടിക്കണമെങ്കിൽ തന്നിരിക്കുന്ന ടേം എത്ര എണ്ണം ഉണ്ടോ അത്രയും രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ടേം കണ്ടുപിടിക്കാം അല്ലേ? അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. നമ്മളെ കയ്യിൽ സീക്വൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സീക്വൻസ് ഉണ്ട്. അപ്പോഴെന്താണ് നമ്മൾ ചെയ്യും? അപ്പോൾ 11 - 1 ഈസ് ഈക്വൽ ടു 10 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A25 നമുക്ക് എങ്ങനെ ചെയ്യാം? A1 ഉപയോഗിച്ച് ചെയ്യാം, A2 ചെയ്യാം, A3 ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ചെയ്യാം. ഞാനിവിടെ A1 വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എഴുതാം? A25 ഈസ് ഈക്വൽ ടു A1 + 24D എന്ന് എഴുതി കൂടെ? A1 24 ഇൻറ്റു D. ഓക്കെ, A1 എത്രയാണ് തന്നേക്കുന്നത്? 1 എന്നല്ലേ തന്നേക്കുന്നത്? 1 + 24 ഇൻറ്റു D എത്രയാ? 10 ആണല്ലേ? ഈസ് ഈക്വൽ ടു 1 + 240 ഈസ് ഈക്വൽ ടു 241. 241 ആണ് 25ാമത്തെ ടേം. അപ്പോൾ 25th ടേം എന്താണ്? 25th ടേം ഈസ് 241.
അടുത്തതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ. ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 46 ആൻഡ് ഇറ്റ്സ് 11th ടേം ഈസ് 51. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നേ? 10th ടേം എന്ന് വെച്ചാൽ 46 ആണ്, 11th ടേം എന്ന് വെച്ചാൽ എന്താണ്? 51 ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? ഇതിൻ്റെ A1 കണ്ടുപിടിക്കുക. അടുത്ത റൈറ്റ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. എന്താ ആദ്യത്തെ 5 ടേംസ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ചെയ്താലോ? ക്വസ്റ്റ് ചെയ്തല്ലേ? ഇവിടെ നോക്കാം എന്താ തന്നേക്കുന്നേ. നമുക്ക് എന്തൊരു തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്താണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ നോക്ക് തന്നേക്കുന്ന ഏതാ? A10 തന്നിട്ടുണ്ട്. എന്തും തന്നേക്കുന്നു? 46 തന്നേക്കുന്നു. A11 എന്തും തന്നു? 51 തന്നു. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ്? അടുത്തടുത്തുള്ള ടേംസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. യഥാർത്ഥത്തിൽ ഇത് വെച്ചിട്ട് തന്നെയാണ് അടുത്തടുത്ത ടേം വരുമ്പോഴും ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ അടുത്തടുത്ത ടേം അല്ലേ നമുക്ക് തന്നേക്കുന്നേ? ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിട്ട് എന്ത് ചെയ്ത് അത് മൈനസ് ചെയ്താൽ മതി അല്ലേ? 51 - 46 എന്ന് വരും? 5 എന്ന് വന്നു. അപ്പം എന്താണ് കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നേ? എന്താ പറഞ്ഞേക്കുന്നത്? A1 കണ്ടുപിടിക്കാനല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ A1 ആണ് കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ A1 ഈ 2 ടേംസ് നമുക്ക് A1 എങ്ങനെ കണ്ടുപിടിക്കാം? A1 ഈസ് ഈക്വൽ ടു A10 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ A10 - 9D എന്ന് എഴുതിക്കൂടെ? ഈസ് ഈക്വൽ ടു A10 എത്രയാ? 46 - 9 × 5 ഈസ് ഈക്വൽ ടു 46 - 45 ഈസ് ഈക്വൽ ടു 1. അപ്പം എന്താ ഫസ്റ്റ് ടേം 1 ആണെന്ന് കിട്ടി. ഇപ്പം എന്താണ് ഫസ്റ്റ് ടേം എന്തെന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്താണ് ആദ്യത്തെ 5 ടേംസ് കണ്ടുപിടിക്കുക. അപ്പോൾ A1 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലേ? അപ്പോൾ A2 എങ്ങനെ കണ്ടുപിടിക്കാം? A2 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? അപ്പോൾ A1 യൂസ് ചെയ്ത് ഇപ്പം നമുക്ക് നമ്മളെ കയ്യിൽ ഏതൊക്കെ ടൈമുണ്ട്? A10 ഉണ്ട്, A11 ഉണ്ട്. ഇപ്പം നമ്മൾ A1 കണ്ടുപിടിച്ചു. അപ്പോൾ ഈ 3 ടൈമിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ A10 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാം. A10 - 8D ഈസ് ഈക്വൽ ടു 46 - 8 × 5 ഈസ് ഈക്വൽ ടു 46 - 8 × 5 40 ഈസ് ഈക്വൽ ടു 6 എന്ന് വന്നു. അപ്പോൾ എന്താണ് A1 1 എന്ന് കിട്ടി. അടുത്ത A2 6 എന്ന് കിട്ടി. അടുത്ത A3 എങ്ങനെ ചെയ്യാം? A3 ഈസ് ഈക്വൽ ടു എന്താ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ? A3 ഈസ് ഈക്വൽ ടു A10 യൂസ് ചെയ്താണെങ്കിൽ A10 - 7D ചെയ്താൽ മതി അല്ലേ? അപ്പോൾ A10 46 - 7 × 5 ഈസ് ഈക്വൽ ടു 46 - 35 ഈസ് ഈക്വൽ ടു 11 എന്ന് വന്നില്ലേ? 11. ഓക്കെ, അടുത്ത ടേം A3 11. അടുത്ത A4 എങ്ങനെ കണ്ടുപിടിക്കും? A4 ഈസ് ഈക്വൽ ടു A10 - 6D ഈസ് ഈക്വൽ ടു 46 - 6 × 5 ഈസ് ഈക്വൽ ടു 46 - 30 ഈസ് ഈക്വൽ ടു 16 എന്ന് വന്നു. അടുത്ത ഫോർത്ത് ടൈം എന്തോന്ന് വന്നു? 16 എന്ന് വന്നു. ഇനി ഒരു ടൈം കൂടെ കണ്ടുപിടിച്ചാൽ പോരെ? ഏതാണ്? ഫിഫ്ത്ത് ടൈം അല്ലേ? അപ്പോൾ A5 ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാം നമുക്ക്? A5 ഈസ് ഈക്വൽ ടു A10 - 5D ഈസ് ഈക്വൽ ടു A10 എന്താണ്? 46 ആണല്ലേ? 46 - 5 × 5 ഈസ് ഈക്വൽ ടു 46 - 25 ഈസ് ഈക്വൽ ടു 6 - 5 1 4 - 2 2 അല്ലേ? 21. അപ്പം നമുക്ക് സീക്വൻസ് എങ്ങനെ കിട്ടി? 1 6 11 16 21. ഇതാണ് ആദ്യത്തെ 5 ടൈംസ് എക്സെട്ര. അതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100 95 90 എക്സെട്ര? എന്താ കണ്ടുപിടിക്കണ്ടേ? A21 ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ചെയ്യാം. കോമൺ ഡിഫറൻസ് എന്ത് വരും? 95 - 100 അല്ലേ?
ഇസ് ഈക്വൽ ടു -5 എന്ന് വരും. വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കുക. അപ്പം -5 എന്ന് വന്നു. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? നമുക്ക് -5 എന്ന് വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏതാ വേണ്ടത്? A21 ആണ് വേണ്ടത്. A21 നമ്മൾ A1ഉം A2 A3 നമ്മളായതുകൊണ്ട് ഈ 3 രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A21 കണ്ടുപിടിക്കാം. അപ്പോൾ A1 യൂസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? A1 - 20 A21 അല്ലേ? അപ്പോൾ A1 + 20D എന്ന് എഴുതാം. ഈക്വൽ ടു A1 എന്താണ് തന്നിരിക്കുന്നത്? 100 ആണ് അല്ലേ? 100 + 20 × -5 എന്ന് വന്നു. ഇസ് ഈക്വൽ ടു എന്താണ്? 100 പ്ലസ് ഇവിടെ ഉണ്ടല്ലേ, 20 × 5 എന്ത് വരും? 100 വരൂലേ? അപ്പം ഒരു -5 ആയതുകൊണ്ട് -100 എന്ന് വരും. ഇസ് ഈക്വൽ ടു ഈ പ്ലസും മൈനസും കൂടെ എന്തായി മാറും? മൈനസായി മാറും അല്ലേ? അപ്പം 100 - 100 ഇസ് ഈക്വൽ ടു 0. അപ്പം എന്താണ്? 21ാമത്തെ ടേം 0 അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടോ? ഉണ്ടല്ലേ. എന്താണ്? കോമൺ ഡിഫറൻസ് -5 ആണ്. അപ്പം ഇവിടെ കുറഞ്ഞ് പോയി ഏതെങ്കിലും ഒരു ടേം 0 ആവൂലേ? ആ ടേമാണ് 21st ടേം. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The 10th term of an arithmetic sequence is 56 and its 11th term is 51. എന്താണ്? 10ാമത്തെ ടേം 56 എന്ന് തന്നേക്കുന്നു, 11ാമത്തെ ടേം 51 എന്ന് തന്നേക്കുന്നു അല്ലേ? എങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടൈം? എന്താണ് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക? റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദ സീക്വൻസ്. ആദ്യത്തെ 5 ടേമും കണ്ടുപിടിക്കുക. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത അതേ മോഡൽ തന്നെ. എന്താ തന്നേക്കുന്നത് എന്താ എടുത്തെഴുത്? A10 ഈസ് ഈക്വൽ ടു എന്താ തന്നേക്കുന്നത്? 56 എന്ന് തന്നു. A11 ഈസ് ഈക്വൽ ടു എന്താണ്? 51 എന്ന് തന്നു. അപ്പം നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ കോമൺ ഡിഫറൻസ് എഴുതും അല്ലേ? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു നമുക്കിത് 10ഉം 11ഉം അടുത്തടുത്ത ടേംസ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇപ്പം 56 - 51 ആണോ? അതെ, 51 - 56 ആണോ? നമ്മൾ 11ാമത്തെ ടൈമിൽ നിന്നല്ലേ 10ാമത്തെ ടൈം മൈനസ് ചെയ്യുന്നേ. അപ്പോൾ 51 - 56 ആണ്. അപ്പോഴെന്ത് വരും? 51 - 56 ഇസ് ഈക്വൽ ടു എന്ത് വരും? -5 ആണ് വരുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് വന്നു? -5 വന്നു. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക. A1 കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ A1 നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? A10 ഉണ്ട്, A11 ഉണ്ട്. ഈ രണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A1 കണ്ടുപിടിക്കാം അല്ലേ? A1 ഈസ് ഈക്വൽ ടു A10 - 9D എന്ന് എഴുതിക്കൂടെ? എഴുതാം. A10 എത്രയാ? 56 ആണ്. -9 × കോമൺ ഡിഫറൻസ് എത്രയാ? -5 ഈസ് ഈക്വൽ ടു 56. ഇതവിടെ നോക്ക്. 9 × -5 എന്ത് വരും? 9 × 5 എന്ത് വരും? 45 വരും അല്ലേ? ഓക്കെ. അപ്പോഴെന്താണ്? ഈ മൈനസ് ഇവിടെ ഉണ്ട്, അല്ലാതൊരു -45 എന്നല്ലേ വരുന്നത്? 9 × -5 -45 ഈസ് ഈക്വൽ ടു 56. ഈ മൈനസ് എന്തായി മാറും? പ്ലസ് ആയും +45 ഈസ് ഈക്വൽ ടു 56 + 45 എന്ത് വരും? 6 + 5 11, ബാലൻസ് 1, 5 + 4 9 + 10. അപ്പം 101 ഫസ്റ്റ് ടൈം എന്ന് കിട്ടുന്നത്. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് ദ 5 ടൈംസ് ഓഫ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ദ സീക്വൻസ്. ഓക്കെ. അപ്പോൾ ഏതൊക്കെ കണ്ടുപിടിക്കണം? A1 വേണം, A2, A3, A4, A5 വേണം. ഇതിൽ A1 നമ്മൾ കണ്ടുപിടിച്ചില്ലേ? A1 101 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ്? A2 കണ്ടുപിടിക്കണം, A3 കണ്ടുപിടിക്കണം, A4 വേണം, A5 വേണം. ഓക്കെ. അപ്പോൾ A2 എങ്ങനെ കണ്ടുപിടിക്കാം? A2 നമ്മൾ A10 A11 നമ്മുടെ കയ്യിലുണ്ട്, അതുപയോഗിച്ച് A2 കണ്ടുപിടിക്കാം. അപ്പോൾ A10 ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കാം. A10 - 8D ഈസ് ഈക്വൽ ടു 56 - 8 × D എത്രയാണ്? -5 അല്ലേ? ഈസ് ഈക്വൽ ടു 56. ഈ മൈനസ് പ്ലസ് ആക്കി എഴുതാം കേട്ടോ. +8 × 5 40 എന്ന് വരൂലേ? ഈസ് ഈക്വൽ ടു എന്ത് വരും? 96. അപ്പോൾ A2 എന്ത് വന്നു? 96 എന്ന് വന്നു. ഓക്കെ. ഇനി എന്താണ്? A3 എങ്ങനെ കണ്ടുപിടിക്കാം? A3 ഈസ് ഈക്വൽ ടു A10 - 7D എന്ന് എഴുതാം അല്ലേ? 56 -
7 into -5 is equal to 56 plus 35 is equal to 6 plus 5 11 balance 1 5 plus 3 8 plus 1 91. A4 എങ്ങനെ കണ്ടുപിടിക്കാം? A4 is equal to A10 minus 6D is equal to 56 minus 6 into -5 is equal to 56. ഇത് പ്ലസ് ആവത്തില്ലേ? പ്ലസ് 6 into 5 എന്ത് വരും? 30 എന്ന് വന്നു. ഈസ് ഈക്വൽ ടു 56 പ്ലസ് 30 6 5 പ്ലസ് 3 8 86 എന്ന് വന്നു. ഇനി A5 കൂടെ കണ്ടുപിടിച്ചാൽ പോരെ? A5 എങ്ങനെ കണ്ടുപിടിക്കാം? A5 ഈസ് ഈക്വൽ ടു A10 മൈനസ് 5D ഈസ് ഈക്വൽ ടു 56 മൈനസ് 5 ഇൻറ്റു -5 ഈസ് ഈക്വൽ ടു 56 പ്ലസ് 25 ഈസ് ഈക്വൽ ടു 6 പ്ലസ് 5 11 5 പ്ലസ് 2 7 പ്ലസ് 1 8. അപ്പോൾ 81 എന്ന് വന്നു. അപ്പോൾ സീക്വൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 96 സെക്കൻഡ് ടൈം കിട്ടി, തേർഡ് ടൈം എന്തെന്ന് വന്നു? 91 എന്ന് വന്നു, ഫോർത്ത് ടൈം 86, ഫിഫ്ത്ത് ടൈം 81 എന്ന് വന്നു. ഓക്കെ, അപ്പം സീക്വൻസ് നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. 101 96 91 86 81 എക്സെട്ര. ആദ്യത്തെ 5 ടൈംസ് ആയതുകൊണ്ട് നമ്മൾ 5 ടൈം മാത്രം കണ്ടുപിടിച്ചു. അപ്പോൾ ആ പേജിലെ എക്സസൈസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒപ്പം നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.